ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ദിവസം കുറച്ച് കളർഫുൾ ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യട്ടെന്ന് കരുതി. ഇച്ചിരി കളർഫുൾ ഒക്കെ ആയാലേ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കത്തുള്ളൂ. അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് ഫാമിലിയും ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പോയി ഒരു അടിപൊളി ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്കാണ്. ബഹ്റൈൻ ബീച്ച് ബേ റിസോർട്ട്. വാവക്കുട്ടൻ കാറി കയറി തന്നെ നല്ല ഉറക്കമായി. പിന്നെ റൂമിലെത്തി ഞങ്ങൾ എല്ലാവരും കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. അവിടെ തന്നെ അവർക്ക് 2 ബെഡ്റൂമും 3 ബെഡ്റൂംസും അവൈലബിൾ ആണ്. ഞങ്ങളെങ്ങാളും തീർത്തി വാവക്കുട്ടനായിരുന്നു അമ്മേനെ വലിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ ഇഷ്ടമായത് അവിടുത്തെ പ്രൈവറ്റ് ബീച്ച് തന്നെയായിരുന്നു. കൂടാഞ്ഞിട്ട് അവിടെ തന്നെ കുറെ വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഉള്ളതിൽ നമുക്ക് ഏറ്റവും ഫണ്ണായിട്ട് തോന്നിയത് ഈ ഒരു സോഫ റൈഡ് തന്നെയാണ്. വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അത്യാവശ്യം ടയർഡായി. പക്ഷെ വാവക്കുട്ടം ഫുൾ പവറിലുണ്ടായിരുന്നു. അവിടുത്തെ ബീച്ചിന്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആണ്. പിന്നെ ഒരു സ്റ്റോൺ പോലും അതിൽ കാണാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് വെറും കാലിൽ ഇറങ്ങി കുടിക്കും. ബീച്ചിലൊക്കെ ഇറങ്ങി ടയർഡ് ആകുമ്പോഴത്തേക്കും റിഫ്രഷിംഗ് ആക്കാനായിട്ട് അവിടെ തന്നെ അവർക്ക് ഒരു ജ്യൂസ് ബാറും ഉണ്ട്. ഇനി അഥവാ ബീച്ചിൽ ഇറങ്ങാൻ താല്പര്യത്തിലുണ്ടെങ്കിൽ അവർക്ക് അവിടെ തന്നെ ഒരു അടിപൊളി സ്വിമ്മിംഗ് പൂളും ഉണ്ട്. സൺസെറ്റും ബീച്ചും ഒരേ വൈബിൽ ആസ്വദിക്കുന്ന ഒരാളാണെങ്കിൽ യു ഗൈസ് ഷുഡ് ഡെഫിനറ്റ്ലി ട്രൈ ദിസ്. അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെയറിനും ഷെയ്ഡ്സിനും ഒന്നും നിങ്ങൾ എക്സ്ട്രാ പേ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾ വീട്ടിൽ നിന്ന് കുക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന ഫുഡും കൊണ്ടുപോകുന്നതിൽ ഒരു പ്രശ്നമില്ല. പിന്നെ സ്പെഷ്യൽ ഒക്കേഷനിൽ നല്ല കിടിലം കാൻഡിൽ ലൈറ്റ് ഡിന്നർ അവിടെ സെറ്റ് ചെയ്ത് കൂടാഞ്ഞിട്ട് ബർത്ത്ഡേയും ഗെറ്റ് ടുഗദർ നടത്താൻ പറ്റിയ ഒരു കിടിലം പാർട്ടി ഹാളും അവിടെ തന്നെയുണ്ട്. അപ്പോൾ എൻട്രൻസ് ഫീ വരുന്നത് കിഡ്സിന് 2 BD അഡൽസിന് 3 BD ആണ്. ലൊക്കേഷൻ മറക്കണ്ട, ബഹ്റൈൻ ബീച്ച് ബേ റിസോർട്ട്, സലാക്ക്.